ഹലോ സദാകിഷിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ചക്ക വെച്ചിട്ട് ഇന്നൊരു കിടിലൻ അട ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. ചക്കച്ചോളം നമുക്ക് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം. ഇതിലേറെ ചെറുതായ അത്രയ്ക്ക് നല്ലത്. ഞാൻ പിന്നെ എൻ്റെത് കുറച്ച് വലിപ്പം കൂടി. അപ്പോൾ നമുക്കപ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് പിന്നെ ഒരു സ്പൂണോളം നെയ്യ്, ഒരു ടീസ്പൂൺ മതി കേട്ടോ. അത് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു. അതൊന്ന് ഉരുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചക്കച്ചോള അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. കുറച്ചും കൂടി ചെറുതായ അത്രയ്ക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് ചൂടാക്കി ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ മിക്സിയിൽ ഒന്ന് ചതയ്ക്കും കേട്ടോ. അപ്പോൾ എന്നാലേ നല്ലതായുള്ളൂ. കുറച്ച് സമയം എടുക്കും ഒന്ന് ഇതേപോലെ വഴന്ന് വരാൻ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തു. അതിങ്ങനെ വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൽ ഇടാനുള്ള 2-3 ഏലക്ക കുത്തിയെടുക്കാം. ഞാൻ ഏലക്കേൻ്റെ കുരു ആട്ടോ എടുത്തത്. അതെടുത്തിട്ട് ഞാൻ ചതച്ചിട്ടു. അത് പഞ്ചസാര കൂട്ടി മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പൊടിക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കൊരു കുപ്പിയിലെടുത്ത് വെച്ചാൽ മതി. സമയത്ത് ഇതേപോലെ നമ്മൾ കുരു ചതയ്ക്കാനൊന്നും പോകാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതുപോലെ ചെയ്ത് വെച്ചാൽ പിന്നെ എന്ത് കാര്യത്തിനും എടുക്കാം കേട്ടോ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്നാക്ക് ഉണ്ടാകുമ്പോഴൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഞാനിലേക്ക് ഒരു അരമുറിയോളം തേങ്ങ, ഫ്രഷ് തേങ്ങ കേട്ടോ. നമ്മൾ പൊട്ടിച്ച് നേരത്തെ വെച്ചതൊന്നും വേണ്ട. അപ്പോൾ പൊട്ടിച്ചെടുക്കുക. ആ തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് നമ്മൾ ഇട്ടു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ തേനാണ് കേട്ടോ. തേന ഉപയോഗിച്ചാലും നല്ല ഹെൽത്തിയാണ്. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ശർക്കരയും പഞ്ചസാരനെക്കാട്ടും നല്ലത് തേനല്ലേ. നമ്മളടുത്ത് തേനുണ്ടായിരുന്നു. ഏട്ടൻ മുണ്ടേരി ഫാമിൽ നിന്ന് കൊണ്ടുവന്ന അവിടെ ഉണ്ടാക്കുന്ന തേനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് പിന്നെ കാട്ടിൽ നിന്ന് അവർ കൊടുക്കുമല്ലോ തേന്, നല്ല ഒറിജിനൽ തേൻ കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ഇതിൽ ഒഴിച്ചാൽ മുതലാവില്ല. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തില്ല. ഇത് ഫാമിൽ ഉണ്ടാക്കുന്ന ഇത് നല്ല തേൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയായി സെറ്റായിട്ടിരുന്നു. അപ്പോഴേക്കും നമുക്ക് 1 കപ്പ് ചൂടുവെള്ളത്തിൽ 1 കപ്പ് അരിപ്പൊടി നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ 1 കപ്പ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് ചൂടുവെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം വേണോ എന്ന് എനിക്കറിയില്ല. നല്ല ചൂടുവെള്ളം വേണം കേട്ടോ. എന്നാലേ ആ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആവുള്ളൂ. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മളത് കുഴച്ചെടുക്കണം കേട്ടോ. പക്ഷേ ഒരുപാടങ്ങ് കട്ടി പാടില്ല. ഇലേൻ്റെ ഉള്ളിലിങ്ങനെ പരത്തുമ്പോൾ കട്ടിയായാൽ ഇങ്ങനെ ഇളകി പോരും. അപ്പോൾ കുറച്ച് ലൂസുള്ള തരത്തിൽ വേണം. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. അത്യാവശ്യം ലൂസ് വേണം കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് നമുക്ക് 1 കപ്പ് വെള്ളമൊന്നും വേണ്ടി വന്നില്ല. കുറച്ച് വെള്ളം ബാക്കി, അതിൻ്റെ അടിയിൽ ഒരു 1/4 കപ്പോളം വെള്ളം ബാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ല ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇലയിലോട്ട് പരത്തിയെടുക്കാം. പരത്തല്ല, ഞാനതൊരു കുമ്പിളില്ലേ, കുമ്പിളപ്പം ഉണ്ടാക്കുന്ന പോലെ ആ കുമ്പിൾ കുത്തിയിട്ട് അതിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഇഡ്ഡലി തട്ടിലെ വെള്ളമൊക്കെ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് തട്ടൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ പ്ലാവിൽ അതിൻ്റെ തണ്ടൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുമ്പിൾ കുത്തല്ലേ, ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുകയാണ്. പക്ഷേ അടിപൊളിയാണ്. ഞാനത് വീഡിയോ കണ്ടിട്ടുള്ളതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലതാണ് കേട്ടോ. ആണല്ലേ, ഞാൻ ചെറിയ ഇർക്കിലി മതിയായിരുന്നു. അത് ഇർക്കിലി കുറച്ച് വലിപ്പം കൂടി. ഫസ്റ്റല്ലേ അല്ല, എൻ്റെ ഉള്ളിലേക്ക് കൊഴിച്ച് കണ്ടില്ലേ ചെയ്യുന്നുണ്ടല്ലേ, ഇതേപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് പ്ലാവിൻ്റെ ഇലേൻ്റെ വക്കൊന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ഈ കടലപ്പൊതിൻ്റെ മാതിരി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഐഡിയ കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചക്കേൻ്റെ മിക്സില്ലേ അത് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി മാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ചെറുതായിട്ട് എണ്ണയോ നെയ്യോ തടവിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ടാണെങ്കിലും നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ അടന്നിങ്ങ് പോരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ കുമ്പിൾ കുത്തി ഒരു അത്യാവശ്യം 1 കപ്പ് അരിയും കൊണ്ട് നമുക്ക് അത്യാവശ്യം രാവിലെ കഴിക്കാനുള്ള അട ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അട ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി കൊണ്ടോ അല്ലെങ്കിൽ മൈദ കൊണ്ടോ ആയിരുന്നു കേട്ടോ. അതാണെങ്കിലോ ആ സൈഡിൽ ആ മടക്കുന്ന ഭാഗത്ത് മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ. അരികിലേക്കൊന്നും ഒരു മധുരം ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ മാത്രം കടിച്ചു തിന്നിട്ട് ബാക്കിയൊക്കെ അവിടെ ഇട്ട് പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഐഡിയ മനസ്സിലായി. എല്ലായിടത്തും മധുരം വെച്ചാലേ എല്ലാ ഭാഗവും കഴിക്കാൻ പറ്റുള്ളൂ എന്നറിയാം. അന്നൊക്കെ അങ്ങനെ ആ മൂലയ്ക്ക് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ലാസ്റ്റ് അട ആർക്കും ഇഷ്ടമല്ലാതായി. ഇനി കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചക്ക അടയും ചക്ക ഉണ്ണിയപ്പവും ചക്ക പായസവും ഒക്കെ കഴിച്ചത് കേട്ടോ. എൻ്റെ കുറച്ച് ചക്ക വേവിച്ചതുണ്ട്. ഞാൻ എന്തായാലും ഒരു ചക്ക പായസം ഉണ്ടാക്കുന്നൊരു വീഡിയോ എന്തായാലും ഇടാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചക്ക ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ ചക്ക ഉണ്ണിയപ്പം. അത് അധികം ശർക്കരയൊന്നും ചേർക്കും വേണ്ട, ചക്കയ്ക്ക് മധുരമുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതെന്തായാലും അതും ഇതേപോലെ ഒരു റെസിപ്പി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഏകദേശം അടയൊക്കെ റെഡിയായി. അപ്പോൾ അത് ഓലപ്പടക്കം മാതിരി ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അത് ഏകദേശം എല്ലാം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. നമുക്കത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 10-15 മിനിറ്റായി. നമുക്കത് വെന്തോന്നൊന്ന് ഉള്ളെന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പൊളിച്ചപ്പം അടിപൊളിയല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. ആ തേനൊക്കെ ഒന്ന് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അപ്പം തന്നെ ഒരു പീസ് എടുത്ത ചൂടോടെ തന്നെ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്നാൽ ആ തേൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാര തന്നെ ഉപയോഗിക്കട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ അപ്പങ്ങളും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുത്ത് ഓരോന്നെടുത്ത് മാറ്റാം. അതിന് ശേഷം ഞാൻ ഇതേപോലെ പരത്തിയിട്ടോ, ഞാനൊരു 3-4 എണ്ണം ഇതേപോലെ പ്ലാവിൻ്റെ ഇലയിൽ പരത്തിയിട്ട് ഈർക്കിൽ കുത്തിവെച്ചു, അല്ലെങ്കിൽ ഇല ഇങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ അതേപോലെ ഈർക്കിൽ കുത്തിവെച്ചു. പിന്നെ ഞാൻ 2 എണ്ണം സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് അതുപോലെ രൂപത്തിൽ 2 കൊഴുക്കട്ട ഉണ്ടാക്കി. ഒരു 5 പിന്നെ പ്ലാവിൻ്റെ ഇലയിൽ ഇതാക്കി വെച്ചു. ഞാൻ 3-4 എണ്ണം ഞാനാട്ടോ കഴിച്ചത്, 1 മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഈ 5ഉം ഞാൻ തന്നെ കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഓക്കെ, ബൈ.